അച്ഛാ, അച്ഛൻ ഇഷ്ടമായിട്ടാണോ പട്ടാളത്തിൽ ചേർന്നത്? പിന്നല്ലാതെ. ഈ നാടിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരിക്കാം. രാഷ്ട്രീയക്കാര്, ഗവൺമെന്റ് ഒന്നും നാം വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. പക്ഷേ അത് മാത്രമല്ലല്ലോ നമ്മുടെ രാജ്യം. ഈ മണ്ണ്, ഇവിടുത്തെ പാവം മനുഷ്യര്, എനിക്കതിനോടൊക്കെ തീരാത്ത സ്നേഹമാണ്. ഈ മണ്ണിനും മനുഷ്യർക്കും ഒരുപാട് പ്രയോജനമുള്ള എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിന് ഞാൻ കണ്ടെത്തിയ വഴിയാണ് ഇന്ത്യൻ മിലിറ്ററി സർവീസ്. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. അച്ഛാ, അച്ഛൻ ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? രാജിമിട്ടെ, ഒരു പട്ടാളക്കാരനോട് ഈ ചോദ്യം മാത്രം പാടില്ല. അച്ഛൻ ഈ ലൈഫില് ഏറ്റവും ത്രിൽഡ് ആയ മൊമെന്റ് ഏതാ? ത്രിൽഡ് ആയ മൊമെന്റോ? അത് പറയണം. ഹലോ ഹലോ ഹലോ, മോർണിംഗ് കെമിക്കൽ. നിക്ക് നിക്ക് നിക്ക്, എന്താ വിളിച്ചെന്നെ? കെമിക്കൽ എന്ന് അതല്ലേ നിന്റെ ശരിയായ പേര്? നമ്മൾ ആരെങ്കിലും വെറുതെ തോട്ടിയിട്ടാ ഒന്നിന് 10 തിരിച്ചു കൊടുക്കണം, അച്ഛൻ തന്നെയല്ല പറഞ്ഞത്. അതെ. എന്നാ പിന്നെ അച്ഛനെ പലതും വിളിക്കും. അച്ഛൻ അവിടെയൊക്കെ ബീപ് സൗണ്ട് ഇടേണ്ടി വരും. ചേടാ, നിന്റെ ചേട്ടനോടെ ന്യൂട്രൽ പ്രസന്റ് അച്ഛാ. ആ അന്നേ വണക്കം. മക്കളെ, ഇനി അച്ഛൻ കാര്യം പറയാം. അച്ഛന് ലീവ് സാങ്ഷനായി. ഇന്നത്തെ ഡ്യൂട്ടി കൂടി കഴിഞ്ഞാൽ ഈവനിങ് ഫ്ലൈറ്റ്. ഐ ആം ദേർ. യെസ്. അപ്പൊ പൊരിക്കണം നമുക്ക്. പൊരിച്ചളയാം. പിന്നെന്താ? ഉമ്മ എവിടെ? ഉമ്മേതൊക്കെ ഗസ്റ്റ് ചെയ്തെന്നാ തോന്നുന്നേ. രാവിലെ മുതൽ ഒരുക്കാം, ഫേഷ്യൽ, വാക്സിൻ, ത്രെഡിംഗ് ഒക്കെ. കെട്ടിക്കാരന്റെ പിള്ളേരുണ്ടെന്ന് ഒരു വിചാരമില്ല. ചേട്ടാ, എന്റെ കെട്ടികളെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. അതെ, ഞങ്ങളുടെ ഉള്ളപ്പോ സംസാരിക്കാനുള്ളത് സംസാരിച്ചാ മതി. അതെ, ഒരാഴ്ച കഴിഞ്ഞ് മുങ്ങാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ചേട്ടാ, ഇത്ര കറക്റ്റ് ആയിട്ട് എങ്ങനെ ഗസ് ചെയ്തു? പണ്ടേ മുങ്ങൽ വിദഗ്ധനാണല്ലോ. ചെങ്ങനെ പറയാം. ഒരു മാസം, മിനിമം ഒരു മാസം ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ ഇന്ന് രാത്രി എനിക്ക് മത്തി പൊള്ളിച്ചത് വേണം, നിർബന്ധം. പൊള്ളിക്കാം, പക്ഷെ മത്തിയല്ല. എനിക്കൊന്നും വയ്യ മത്തി പൊള്ളിക്കാൻ. ഈ വീട് മൊത്തം നാറും. നീ എവിടുത്തെ മുസ്ലിമാണ്? നോൺ വെച്ച് കൈകൊണ്ട് തൊടില്ലെന്ന് വെച്ചാ? അയ്യടാ, നിങ്ങൾ എവിടുത്തെ ഹിന്ദുവാ? കണ്ട പട്ടിയും പൂച്ചയൊക്കെ വെട്ടി തിന്നും, വൃത്തികെട്ടവൻ. നീ പൊടി മാറ്റി.
മക്കളെ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരണ്ടേ? അച്ഛാ കുറച്ച് നൈട്രസ് ഓക്സൈഡ് കൊണ്ടുവരൂ. ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയാ. അതും കാർബൺ മോണോക്സൈഡ് മിക്സ് ചെയ്ത് മുഖത്തടിച്ച ആരും ബോധം കിട്ടി വീഴുമെന്ന്. നൈട്രസ് ഓക്സൈഡ് ഫ്ലൈറ്റില്. നീ പറവല്ലോ പറ. അച്ഛാ എനിക്കൊരു ക്രിക്കറ്റ് ബാറ്റും ബൈനാക്കുലേഴ്സും തരാമോ? നൈറ്റ് വിഷനൊക്കെ ഉള്ളത്. അതൊക്കെ ഗ്രാൻഡഡ് ആണ്, ന്യായം. അതുകൊണ്ട് നൈട്രസ് ഓക്സൈഡ് ഇല്ലേ? എന്നാ എനിക്ക് അവിടുത്തെ താജ് പെൻഡ ഹോട്ടലിലെ പിസ്സ, പിന്നെ ഒരു അടിപൊളി ഇടിക്കട്ട. ഒരുത്തനെ പൂശാളാ. അതൊക്കെ പൂശിക്കോ. ഭാര്യാമണിക്ക് എന്താ വേണ്ടേ? ഓ ഇന്നലക്ക് ഞാൻ എന്നെ തന്നെ തരുന്നുണ്ടല്ലോ. ഓ പിന്നെ അച്ഛാ ഇത് ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പോടാ അവിടുന്ന്. ഉമ്മയ്ക്ക് ഞാനും അവിടെ വന്ന് കൊടുത്തോളാം. ബൈ. നീ കുടിക്കാറൊന്നുമില്ലടാ, പിന്നെന്താ നിന്നെ ഒരു നാറ്റം? പോമ്മ. എനിക്ക് തോന്നി ഇവിടെ ആയിരിക്കുമെന്ന്. ഉമ്മ കണ്ടാ തിന്നു കളയും കേട്ടോ. ഉമ്മ രാവിലെ ഇഡ്ഡലി കഴിച്ചാണല്ലോ. പോടാ. അല്ല ഇതൊക്കെ ഇപ്പൊ എന്തിനാ എടുക്കുന്നേ? വെയിറ്റ് ആൻഡ് സീ. ദാ വേഗം, സ്കൂൾ ബസ് മിസ് ചെയ്യാ പണിയാ. അപ്പൊ ഉമ്മ കാറി കൊണ്ടുവിടും. തേങ്ങ ഉമ്മ ഉണ്ടോ? വിട്ടോ വിട്ടോ, ആരുമില്ല. ഡാ, ഇങ്ങോട്ട് വന്നേ. അച്ഛന്റെ പത്തര മാറ്റാ രണ്ടും. കണ്ണ് തെറ്റിയാ കാണില്ല. എങ്ങോട്ടാടാ മുങ്ങിയ? ഫ്രണ്ട് ഒരു വഴി ഇറങ്ങിയപ്പോഴൊക്കെ ധനമിസ് തള്ളിയിട്ടുണ്ട്. ഒരു ചേഞ്ചിന് ട്രൈ ചെയ്താ. ഓ അപ്പൊ ഡോറിന്റെ കുഴപ്പമായിരുന്നു. യു സെഡ് ഇറ്റ്. ഞാൻ ഉച്ചയ്ക്ക് വന്ന് പിക്ക് ചെയ്യും. അച്ഛന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതാ. പിന്നെ വൈകിട്ട് മത്തി വെട്ടാനും സഹായിക്കണം. അയ്യോ ഉച്ചക്ക് ബ്രേക്കിന്റെ പണി കൊടുക്കാനുള്ള. എന്താ? അല്ല ഇന്നൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ഉച്ചക്ക് ശേഷം. ഇതിപ്പോ നിങ്ങളുടെ അച്ഛനാണ് വിളിച്ചിരുന്നെങ്കിൽ പബ്ലിക് എക്സാം പോലും പ്രശ്നമല്ല. മൈനോറിറ്റീസ് എന്നും മൈനോറിറ്റീസോ? ചെല്ല ഇപ്പൊ പെട്ടേനെ. ഇതൊക്കെ എന്ത് ഉമ്മയിലേക്ക് മണ്ടിയാ. ഡാടാ എടാ, ഇത് ആർക്ക് പണി കൊടുക്കാനാണ് നിന്റെ പ്ലാൻ? ഏട്ടനാ 10th സിയിലെ വിപിൻ കരുണാകരൻ ഇന്നലെ നാട്ടിച്ചിരിച്ചില്ലേ? ഓ അതിനായിരുന്നു ഈ പ്രിപ്പറേഷൻ അല്ലേ? ബട്ട് കുഴപ്പമില്ലടാ, അത് കാരണം എന്റെ ക്ലാസ്സിലെ താരാമേനോന്റെ കുറച്ച് സിമ്പതി വർക്കൗട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതേ പിടിച്ച് കയറും. എന്നിട്ട് തലയും കുത്തി വേണോ? നോ പ്രോബ്ലം. ബട്ട് ഇതിന് ഞാനൊരു പണി കൊടുത്തേ പറ്റൂ. എടാ അതൊക്കെ സില്ലി മാറ്റർ അല്ലേ? നോ, നമ്മളൊരു സോൾജിയറിന്റെ മക്കളാ. ഐ ഫോർ ഐ, ടീത്ത് ഫോർ ടീത്ത്. പിന്നെ എന്റെ കെമിക്കൽസ് ഒക്കെ ആരുടെങ്കിലും പുറത്തടിച്ചു നോക്കണ്ടേ? ഇവന്റെ ഒരു കാര്യം. ദേ നമ്മുടെ ലവ് ബേർഡ്സ്. ഞാൻ ഇന്നലെ വാട്സപ്പിൽ ഒരു ഉമ്മ ചോദിച്ചപ്പോ നീ എന്താ പോടാ പട്ടിന്ന് പറഞ്ഞു. അയ്യോ അതിന്റെ അമ്മയായിരുന്നു. എന്നാ അടുത്തവണ നീ നിന്റെ അച്ഛന്റെ കൊണ്ട് കൊടുക്കും. പോടാ. ഹലോ. ആഹാ. ഞാൻ ചുമ്മാ അതുവഴി പോയപ്പോ ടീനിയോട് ഒരു ഹലോ പറഞ്ഞതാ. മനസ്സിലായി. ബട്ട് ടീനയുടെ ഒരു അങ്കിള് കൊട്ടേഷനാ കേട്ടോ. ആ അങ്കിൾ ഇതിനെ പറ്റി എങ്ങാനും അറിഞ്ഞ പിന്നെ ഗോപേട്ടനോട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഹലോ പറയാൻ വരും. അതിന് അയാളിത് അറിഞ്ഞാലല്ലേ. അറിയാനത്ര ടൈം ഒന്നും വേണ്ടല്ലോ. ചുമ്മാ വരും മനുഷ്യനെ പേടിപ്പിക്കാതെ. എന്നാ ചോക്ലേറ്റ് ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾക്ക് കാഡ്ബറി സിൽക്ക് മതി. കൊറേ നാളെ പരട്ട ചോക്ലേറ്റിന് പണ്ടര തുടങ്ങി. ഇത് നാടും. രാവിലെ ചുറ്റിക്കളിയായിട്ട് വന്നിരിക്ക. നിങ്ങൾ ഇന്നും അതിനെ കൃഷി ചെയ്തല്ലേ? പിന്നെ രാവിലെ ഇത് തുടങ്ങിയല്ലേ? കുപ്പിയിൽ ഇത്തിരി മിച്ചം ഉണ്ടായിരുന്നു, അത് കാര്യാക്കി പിന്നെ കുപ്പി കളയാലെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ വൈകിട്ട് കാണാം. ശരി. വൈകിട്ട് ചേട്ടൻ മിച്ചം കാണണം കേട്ടോ.
ഒന്ന് വല്ല കേരള കെമിക്കലേ പൊടി പൊടി നമുക്കൊരു 18 മണി ഉടൻ സെറ്റ് ചെയ്യണം. പൊടി കറങ്ങി എടാ വേണ്ട, ഇതൊന്നും വേണ്ട. അവസാനം നമുക്ക് തന്നെ പണിയാവും. എടാ കെമിക്കല് ഇത്രയ്ക്ക് പേടിച്ചൂറിയായിപ്പോലാണ് നിന്റെ ചേട്ടൻ. എടാ നീ എന്റെ ചേട്ടനാക്കണ്ട. പിന്നെ കെമിക്കല് നിന്റെ അമ്മായപ്പന്റെ അപ്പന്റെ അപ്പൻ. അയ്യേ ചമ്മി പോടാ. വേഗം വരുന്നുണ്ട്. ഈ പൊട്ടന ലൈനോ ചേട്ടൻ കണ്ടുപിടിക്ക്. വേഗം വേഗം. കൊല്ലല്ലേ. എടാ അയച്ചു എത്തി. ഇന്ന് എന്തൊക്കെ പൊട്ടിത്തെറിക്കോ എന്തോ. അല്ലാതെ എടാ വേഗം വേഗം. ലുക്യ, ആ പുകയിൽ നിന്ന് ഫയർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുട്ടിയുടെ ഭാവി ജീവിതം അപകടത്തിലാവുമായിരുന്നില്ലേ? ഇല്ല മാം, ആക്ച്വലി ഞാൻ സോഡയാണ് കമോഡിൽ സ്പ്രിങ്കിൾ ചെയ്തത്. അതിവന്റെ യൂറിലെ വാട്ടർമേ ആക്ട് ചെയ്തപ്പോ ഇത്തിരി സ്മോക്ക് ഉണ്ടായി, അത്രേ ഉള്ളൂ. അല്ലാതെ ഫയറോ ബ്ലാസ്റ്റോ ഉണ്ടായി മറ്റൊന്നും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഒന്നുമില്ല. അല്ലേടാ? ലാസ്റ്റ് മന്ത് നീ നീനു തോമസിന്റെ മുഖത്ത് ക്ലോറോഫോം സ്പ്രേ ചെയ്ത് ബോധം കെടുത്തിയില്ലേ? അതിനു മുൻപ് അജിത് മേനോന്റെ മുഖത്ത് ലോഫിംഗ് ഗ്യാസ് സ്പ്രേ ചെയ്തു. ലാസ്റ്റ് വീക്ക് ചാക്കോ ബാബിനെ ക്ലോറോഫോം സ്പ്രേ ചെയ്ത്. നോ മാം, ക്ലോറോഫോം അല്ല, സിങ്കും കാൽഷ്യം കാർബണേറ്റും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്താ, അത്രേ ഉള്ളൂ. സയൻസ് ലാബിലെ എല്ലാ കെമിക്കൽസും 2 തായിട്ട് ഞാൻ പൂട്ടിയതാ. കണ്ണ് തെറ്റിയവന്മാർ അടിച്ചു മാറ്റും. ഇങ്ങനെ പോയ ലാബിലെ സകല കെമിക്കൽസും ലോക്കറി വെച്ച് പൂട്ടേണ്ടി വരും. അതും പൊളിക്കും. ഇവരുടെ അച്ഛൻ കമാൻഡോ അല്ലേ? എങ്ങനെ ഒരു കമാൻഡോക്ക് ഇങ്ങനെ 2 ടെററിസ്റ്റുകൾ ഉണ്ടായി? മാം, ന്യൂട്രൽ എപ്പോഴും ന്യൂട്രൽ അടിച്ചേക്കുള്ളൂ. കെമിക്കൽ ആൻഡ് ടെററിസ്റ്റ്. ഗേൾസ് ടോയ്ലറ്റ് സെപ്പറേറ്റ് ഇവളുടെ ഭാഗ്യം. എന്താ? നത്തിങ് മാം. എന്തായാലും ഇത്തവണ ഷാഹിദയുടെ വക എക്സ്ക്യൂസസ് വേണ്ട. ഇന്ന് ഈവനിങ് ഇവരുടെ അച്ഛൻ എത്തുമെന്നാണല്ലോ പറഞ്ഞത്. നാളെ അദ്ദേഹം ഇവിടെ വരെ ഒന്ന് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെന്ന്. സമാധാനമായില്ല. തൽക്കാലം. ഡാ, ഈ ഷേവിംഗ് ക്രീം ഒക്കെ വാങ്ങിക്കാൻ നിനക്കെന്താ മീശ മുളച്ചോ? അതല്ല ഉമ്മ, ചില ഷേവിംഗ് ക്രീംസ് ബ്ലാസ്റ്റ് ആവും. അതാ ഇപ്പൊ ഫ്ലൈറ്റിലൊന്നും ഷേവിംഗ് ക്രീം ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്. ഇതിലേതാ ബ്ലാസ്റ്റ് ആവും ഞാൻ നോക്കുമായിരുന്നു. ഇന്ന് സ്കൂളിൽ ഉണ്ടാക്കിയ ബ്ലാസ്റ്റ് ഒന്നും പോരല്ലേ? വെക്കടാ അവിടെ. ചമ്മിയാ ഡാ, ഉമ്മ. മുംബൈയിൽ ഭീകരാക്രമണം. താജ് പെൻറ്റ ഹോട്ടലിന് നേർക്കാണ് 1 മണിക്കൂർ മുമ്പ് ഭീകരർ കടന്നാക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ ആദ്യ ദൃശ്യങ്ങളാണ് ഇവ. ദൃശ്യങ്ങൾക്ക് നാഷണൽ ടിവിയോട് കടപ്പാട്. 6ഓളം ഭീകരർ മാരുതി ഓമനി വാനിൽ വന്നിറങ്ങി തുടരെ തുടരെ വെടിയുതിർത്തുകൊണ്ട് ഹോട്ടലിലേക്ക് പ്രവേശിക്കുകയായിരുന്നത്രേ. ഇപ്പോൾ കിട്ടിയത് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്ന ഒരു വിദേശ പത്രപ്രവർത്തകൻ പകർത്തിയ മൊബൈൽ ദൃശ്യങ്ങളാണ് ഇവ.
അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് അല്ലേ? മുംബൈ തീരം വഴിയാണ് ഭീകരർ നഗരത്തിലേക്ക് എത്തിയെന്ന് സംശയിക്കപ്പെടുന്നു. ഹോട്ടലിൽ നിന്നും സദാ വെടിയൊച്ചയും പുകയും ഉയരുന്നുണ്ട്. നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി സംശയിക്കപ്പെടുന്നു. താജ് പെൻഡ ഹോട്ടലിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹോട്ടൽ ജീവനക്കാരുടെയും താമസക്കാരുടെയും നേർക്ക് ഭീകരർ നിരന്തരം വെടിവെക്കുകയായിരുന്നു. ഇപ്പോൾ പട്ടാളം ഹോട്ടൽ വലയം ചെയ്തു കഴിഞ്ഞു. ഹോട്ടലിനകത്ത് ഭീകരർ എവിടെയൊക്കെ പതിയിരിപ്പുണ്ടെന്ന് സൂചന ലഭിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പട്ടാളം ഇരച്ചു കയറുമെന്ന് ഫോഴ്സ് എത്തിയിട്ടുണ്ടല്ലോ. പ്രദേശത്തേക്കുള്ള പ്രവേശനം പോലീസ് ഇപ്പൊ അച്ഛൻ ഒറ്റയ്ക്കല്ല. തടഞ്ഞിരിക്കുകയാണ്. അല്പം മുമ്പ് ഹോട്ടലിലെ CCTV നിന്നും ചില ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആക്രമണം നടന്ന താജ് പെൻഡ ഹോട്ടലിൽ കോടികളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നഷ്ടം പൂർണ്ണമായി തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ഹോട്ടൽ ടൂറിസം രംഗത്ത് രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസം രംഗത്ത് വൻ യെസ് സർ, സംസ്കാരത്തിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര ട്രിപ്പുകളും ടൂറിസം കമ്പനികളും ക്യാൻസൽ. ഐ നോ സർ, ഹി വാസ് എ റിയൽ ഹീറോ, എ മാൻ ഹു ഫോട്ട് അപ് ടു ഹിസ് ലാസ്റ്റ് ബ്രെത്ത്. എനിക്ക് പേഴ്സണലി അറിയാം ഗൗതമിനെ. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ആൻഡ് വി വർ വെരി ക്ലോസ് ദെൻ. ഷാഹിദ ഗൗതമിന്റെ വൈഫ് എന്റെ ജൂനിയറും ആയിരുന്നു. ഓക്കെ സർ. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഇന്ത്യൻ കമാൻഡർ എന്നറിയപ്പെടുന്ന കരീം ഉസ്താദ് അൻവർ, പ്ലീസ് കം. ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ഇന്റലിജൻസിന് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. രാജ്യം എത്രയോ കാലമായി അന്വേഷിക്കുന്ന കരീം ഉസ്താദ് ആക്രമണ സമയത്ത് മുംബൈയിൽ തന്നെ ഉണ്ടായിരുന്നതായി സൂചന ലഭിച്ചു കഴിഞ്ഞു. താജ് പെൻഡ ഹോട്ടലിൽ നിന്ന് ലെറ്റ്സ് ഗോ ടു മേജർ ഗൗതംസ് ഹൗസ് നൗ. ഓപ്പൺ ചെയ്യേണ്ടെന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശം ഷാഹിദ. ഞങ്ങൾക്ക് അച്ഛനെ കാണണം. ഞങ്ങൾക്ക് അച്ഛനെ കാണണം. ഞങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ മരൻ.
മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന കരീം ഉസ്താദിന്റെ പ്രധാന കൂട്ടാളികളെല്ലാം പിടിയിലായി. ഹോട്ടലിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു. എങ്കിലും ഹോട്ടൽ സാധാരണ നിലയിലാവാൻ മാസങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഇതിനിടയിൽ കരീം ഉസ്താദ് മുംബൈയിൽ നിന്ന് കടന്നു കളഞ്ഞതായി സൂചന. കൂട്ടാളികളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഇയാൾ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ താവളം ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞു. അല്പം മുമ്പ് ഹോട്ടൽ തനിച്ചായി പോയിന്ന് വിചാരിക്കരുത്. അയൽപ്പക്കത്ത് ഞങ്ങളൊക്കെ ഉണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. മോളെ പ്രതീക്ഷിച്ചില്ല പാപ്പ. ഗൗതം എപ്പോഴും പറയുമായിരുന്നു, നിന്റെ വാപ്പയും ഉമ്മ ഈ വീടിന്റെ പടി കടന്നു വരുന്നത് നീ കാണുമെന്ന്. നമ്മൾ ഒന്നിച്ച് കാണുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം, ഗൗതമിനെ നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ഇവരുടെ പേരെന്താന്നറിയോ വാപ്പയ്ക്ക്? നീരജ് കേശവ് ഖാദർ. നിരഞ്ജൻ കേശവ് ഖാദർ. നമ്മുടെ മുഴുവൻ സ്നേഹമുണ്ട് കുട്ടികൾക്ക്. പക്ഷെ നമ്മുടെ പേരൻസിന്റെ സ്നേഹം അതില്ല. അപ്പോ അവരുടെ പേരെങ്കിലും ഇരിക്കട്ടെ കുട്ടികൾക്കെന്ന് പറയുമായിരുന്നു ഗൗതം. കേശവ് ഗൗതമിന്റെ അച്ഛന്റെ പേരാ. ഒരാൾ ജീവിച്ചിരിക്കുമ്പോ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാ പാപ്പ അതിനൊരു അർത്ഥം ഉണ്ടാവും. എന്തായാലും സന്തോഷം. ഗൗതം പറഞ്ഞത് ശരിയായല്ലോ. ഇന്നും വരില്ലേ? ഇല്ല മക്കളെ, ചേട്ടനും അനിയനും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എങ്ങനെയാ കുട്ടിക്ക് സങ്കടമില്ലായിരിക്കുക? കുട്ടിക്ക് വേണ്ടി ഫുഡ് മേടിക്കാൻ ആ ഹോട്ടലിൽ പോയപ്പോഴല്ലേ അച്ഛൻ മരിച്ചതെന്നല്ലേ അതിന്റെ വിചാരം. വൈകിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുണ്ടെന്ന് ഷാഹിദ മേഡത്തോട് പറഞ്ഞോളൂ. ഓ ശരി, പറയാം. കൊന്നവർക്ക് കാണേണ്ടല്ല ഈ പാവങ്ങളുടെ കണ്ണീര്. ഗൗതമിന്റെ ബിലോങ്ങിങ്സ് ആണ് ഷാഹിദ.
എത്ര ദിവസം ഇങ്ങനെ ആബ്സെന്റ് ആവുക? അറിയാലോ, കമ്മിങ് സൺഡേ നേച്ചർ ക്ലബിന്റെ ഒരു ടൂറുണ്ട്. നിരഞ്ജനും നീരജും അതിന് പേര് കൊടുത്തതുമാണ്. എനിക്കറിയാം. അതിന് അവരെ വിട്ട അവരുടെയും മൂഡ് മാറും. അവര് റെഗുലറായി സ്കൂളിൽ വരികയും ചെയ്യും. ഷുവർ. I know. പിശാചൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അച്ഛന്റെ ടിഫിൻ ബോക്സാ. അച്ഛനൊന്നും മറന്നില്ല അല്ലേ? അതാ അച്ഛൻ. ഇത് അച്ഛന്റെ പെട്ടിന്ന് കിട്ടിയ ഡയറിയാ. ഇതിന്റെ ലാസ്റ്റ് പേജ് ഒന്ന് വെറുതെ വായിക്കാം. നാളെ എനിക്ക് ലീവ് കിട്ടും. ഉടൻ തന്നെ പുറപ്പെടും. നാളെ രാത്രി എന്റെ ഷാഹിദയെയും നീരജനെയും നിരഞ്ജനെയും കെട്ടിപ്പിടിച്ചുറങ്ങണം. അത് എത്രയോ നാളുകൾക്ക് ശേഷം. I'm thrilled. എല്ലാവരെയും വെല്ലുവിളിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയവരാ ഞാനും ഷാഹിദയും. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ആരും പേടിയില്ല. അത്രയ്ക്ക് നല്ല രണ്ട് കുസൃതികളെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അവര് പഠിച്ച് മിടുക്കരാവും. ചിലപ്പോ അവരുടെ പേരിലാവും ഞാനും ഷാഹിദ അറിയപ്പെടാൻ പോകുന്നത്. ഇതൊക്കെയാണ് അച്ഛന്റെ ഡ്രീംസ്. അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ മിടുക്കരാവണ്ടേ നിങ്ങൾക്ക്? വേണം. അത് നന്നായി പഠിക്കണം, നല്ല ജോലി നേടണം, എന്നിട്ട് അച്ഛനേക്കാൾ കൂടുതൽ രാജ്യത്തെ സെർവ് ചെയ്യണം. അങ്ങനെ അതിനൊക്കെ പകരം വീട്ടാം. അല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടല്ല. അപ്പോഴച്ഛൻ സന്തോഷിക്കാം, അഭിമാനിക്കാം. രണ്ടാളും സ്റ്റഡി ടൂറിന് പോണം. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രണ്ടാളും പഴയ പോലെ സ്മാർട്ട് ആവണം. ഓക്കെ? പക്ഷെ ഞങ്ങൾ പോയ ഉമ്മയോട് ഒറ്റക്കാവില്ലേ? ആര് പറഞ്ഞു? 9ാം ക്ലാസ്സിൽ വെച്ച് ഉമ്മച്ചരെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോ എന്നെ പിടിച്ച കയ്യാ നിങ്ങളുടെ അച്ഛൻ. അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്, വിടാതെ. സത്യം ഉമ്മ പറയുന്നേ. മുംബൈ ഭീകരാക്രമണത്തിലെ ഭീകരരെ കൊന്നൊടുക്കാൻ പറ്റിയെങ്കിലും ഇതുവരെ മുഖ്യ സൂത്രധാന കരീം മുസ്താദിനെ പിടികൂടിയിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്യാത്തത് ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? എനിക്കൊരു ചാനൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. മാത്രമല്ല, എന്റെ കുട്ടികൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം പ്ലീസ്.
ദൂരെ വാനിലേതേതോ താരം താഴെ ഭൂവിലി സ്നേഹം തേടി ഒരു വേള വീണ്ടും അലിവോടെ കാണാൻ തോരാത്ത മഴയുടെ വഴിയേ പോരു താഴെ ചേലുകളായി പീലികളായി നീർന്നേ പോരൂ പൂവിതളായി പൂങ്കരവായി പോരൂ പോരൂ പുതുതളിരുകൾ കുളിരരുവികൾ ഇനി വരവേൽക്കും കൂട്ടുകൂടിയാട്ടമാടി നീങ്ങാം പോരൂ ദൂരെ വാനിലേതേതോ താരം താഴെ പൂവിലെ സ്നേഹം തേടി നീരുറവായി നീരലയായി വാർന്നേ പോരൂ പൂങ്കതിരായി തേന്നിനവായി പോരൂ പോരൂ പുതുകുയിലുകൾ നിറമയിലുകൾ ഇനി എതിരേക്കും ഏറ്റുപാടി നീറ്റിലാടി നീങ്ങാം പോരൂ ദൂരെ വാനിലേതേതോ താരം താഴെ ഭൂവിലി സ്നേഹം തേടി ഒരു വേള വീണ്ടും അലിവോടെ കാണാൻ തോരാത്ത മഴയുടെ വഴിയേ പോരൂ താഴെ Dear students, hope you enjoyed the trip. Now the trip is almost over. സാർ നമുക്ക് ഇനി നേരെ ഊട്ടി പോയാലോ ഇപ്പൊ തന്നെ ചട്ടിയായി അപ്പഴാ ഊട്ടി ഹോ ഇനി അവിടെ ഊട്ടി വേറെ ടൂറിസ്റ്റുകളുണ്ട് എല്ലാരും ശാന്തരായ ഡോർമെറ്ററിയിലേക്ക് പോ
ചേട്ടത് അയാളാണെന്ന് തോന്നുന്നു. ആര്? ഉസ്താദ്, കരീം ഉസ്താദ്. കരീം ഉസ്താദ്? നമ്മുടെ അച്ഛനെ ടിവിയിലൊക്കെ പറഞ്ഞില്ലേ, കരീം ഉസ്താദ് ടെററിസ്റ്റ്. നോക്ക്. ഏയ്, നിനക്ക് തോന്നിയതാവും. തോന്നിയതല്ല, നോക്ക്. ഈ ഫോട്ടോയുമായി നല്ല സിമിലാരിറ്റി ഉണ്ട്. പോലീസിനെ വിളിച്ചാലോ? ആ, അല്ല വേണ്ട, നമുക്കത് ഷുവർ ആക്കാം. എന്തുകളാണ് അവിടെ നിൽക്കുന്നത്? പോയി കിടന്നുറങ്ങ. ആ, രണ്ടും കൂടെ എന്തോ ഒപ്പിക്കാന്ന് പറയാനും പറ്റില്ല. എന്റെ കൂടെ നിന്നാ മാത്രം മതി. ഓക്കെ. ചേട്ടാ, എനിക്ക് വേഗം എനിക്ക്. സേഫാ സേഫാ. പറ, എന്താ നിന്റെ പ്ലാൻ? ആദ്യം കരീം ഉസ്താദാണോ ഷുവർ ആക്കണം. ദെൻ വിൽ കോൾ ദ പോലീസ്. ഓക്കെ? എന്നാലും എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, എന്റെ കയ്യിൽ കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട്. നിന്റെ ഒരു കാര്യം ഗമിക്കലേ, സമീല വേഗം. ഇതുവഴിയാണ് പോയത്, നമുക്ക് നോക്കാം. കൺഫ്യൂസ് ആയോ? We're tourists. What are you doing here? Actually, we are just passing by. Anyway, we're extremely sorry, sir. Okay. Get out. Thank you, Karim Ustad bhai. क्या बोला?
പേര് വിളിക്കാൻ പറഞ്ഞേ? മോണ്ടൻ. സോറിടാ. ചത്തോ? ചത്തേനെ. ക്ലോറോഫോം ഓക്സിഡൈസ് ചെയ്താ. കുറച്ചുകൂടെ അടിച്ചാ തട്ടിപ്പോയനെ. നിന്റെ കൂടെ നിൽക്കുന്ന എന്നെ വേണം തല്ലാൻ. നമുക്ക് പോലീസിനെ വിളിച്ചാലോ? നോ, ഞാൻ പറഞ്ഞ കേട്ടാ മതി. പിടിക്ക്. വാതിലടക്ക്, ആരും കാണും. ഇനി പോലീസിനെ വിളിക്കാല്ലേ? ഏട്ടൻ എന്ത് വന്നാലും എന്നോട് നിക്കോ? നിനക്ക് എന്താടാ ഒരു ഡൗട്ട്? എന്നായി ഡാഷ്മാന് പണി കൊടുക്കണം. പക്ഷെ എന്താ നീ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അയാൾ എത്രയും പെട്ടെന്ന് പോലീസ് ഏൽപ്പിക്കണ്ടേ? എന്തു പറഞ്ഞാലും നീ നിന്റെ ഒരു പോലീസ്. ഇയാളുടെ ആളുകളാ നമ്മുടെ അച്ഛനെ കൊന്നത്. അപ്പൊ പോലീസാണോ നമ്മളാണോ ഇയാളുടെ റിവെഞ്ച് എടുക്കേണ്ടത്? അത് നമ്മളാ. ഇവന് പോലീസിനോടുത്താ അവർ ജയിലിട്ട് ബിരിയാണി ഒക്കെ കൊടുത്തോണ്ട് കുട്ടപ്പനാക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലെ ആചാരം. അതുകൊണ്ടാണ് നീ അയാളെ പോലീസിന് കൊടുക്കാത്ത? അതൊരു റീസണാണ്. അയ്യോ, പക്ഷെ തള്ളി നമ്മുടെ ഒരുപാട് തീരും. പെട്ടോടാ? പേടിക്കണ്ട, കഞ്ചാവാ. ആരും അന്യരല്ല, പക്ഷെ അന്യർക്ക് പ്രവേശനമില്ല. ഷഡ്ഡി വിഐപിയാ, അല്ല ജോക്കിയാ. നീ പാതിരാത്ത ഷെട്ടിയുടെ ബ്രാൻഡ് നോക്കാതെ ഇതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഞങ്ങളുടെ ബ്രഷും പേസ്റ്റുള്ള ബാഗ് ഇവിടെ ആയിപ്പോയി. അവന്മാര് പല്ല് തേക്കാൻ വന്നിരിക്കുന്നു. വെഡികൾ ഞാനിപ്പോ 7 ദിവസമായി പല്ല് തേച്ചിട്ട്. അത് കൊണ്ടു പോകാൻ കേട്ടോ മക്കളെ, ജീവിതം ഒരു മായയാണ്. അല്ല, ജീവിതം 2 മായാണ്. പാതിരാത്രി അവന്റെ ഒരു ഫിലോസഫി. അയ്യോ, ആടോ സൂപ്പർ സാറ്. എടാ, കൊച്ചുവെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് എങ്ങോട്ട് പോയതാടാ? വീട്ടിലാണ് രാവിലെ ഓടാൻ പോവേ. സ്ഥലം മാറി ഡെയിലി എക്സസൈസ് മുടക്കാൻ പറ്റില്ലല്ലോ. പോ. സാറിനെ അനുഗ്രഹിക്കണം. പട്ടാളക്കാരുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാരുടെ മക്കൾ തന്നെയാ കേട്ടോ സാറേ. പട്ടാളക്കാരുടെ മക്കളെ കയറി പലചരക്കടക്കാരുടെ മക്കളാണെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കോ? വെടിവെക്കും. ഞാനതെല്ലാം ഉദ്ദേശിച്ചു. മാഷ് എന്തുദ്ദേശിച്ചാലും വെടികൊള്ളണ്ട, ഇങ്ങ് പോര്. വേഗം റെഡിയാവണേ, പോകാനുള്ളതാ. വേണേ അരമണിക്കൂർ മുമ്പ് റെഡിയാവും സാർ. വിശ്വസിക്കാൻ കൊള്ളത്തില്ല. രണ്ടും ടൈം ബോംബാ, ടൈം ബോംബ്. അവര് ശരിക്കും വെടിവെക്കോ? പേടിക്കണ്ട, സാറിനുള്ള സാറിന് തന്നെ കിട്ടും.
1 crore കൂടുതലില്ലേ ഗൗതമിനുള്ള കോമ്പൻസേഷനും മറ്റു ആനുകൂല്യങ്ങളും? ഒരാഴ്ചക്കുള്ളിൽ അത് ഷാഹിദയുടെ അക്കൗണ്ടിൽ വരും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് യു ഹാവ് ടു മൂവ് ഓൺ ഷാഹിദ. കോമ്പൻസേഷൻ ഇതൊന്നും ഗൗതമിന് പകരാവില്ലല്ലോ മെറിൻ. സ്റ്റിൽ യു ഹാവ് ടു മൂവ് ഓൺ. ശരിയാ. ഗൗതം 2 തെമ്മാടികളെ തന്നിട്ടല്ലേ പോയത്. അവർക്കിനി ആരുമില്ല. പക്ഷെ ഞാൻ എങ്ങനെ ഒരു അച്ഛനും കൂടി ആവുക? അതാ എനിക്കറിയാത്ത. ഷാഹിദയ്ക്കത് പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഗൗതം പറയുമായിരുന്നു നിങ്ങൾ കോളേജ് മേറ്റ്സ് ആയിരുന്നു, അന്ന് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ. അതെത്ര സത്യമല്ല ഷാഹിദ. ഐ വാസ് ഇൻ ലവ് വിത്ത് ഹിം. പിറകെ നടന്നപ്പോ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിൻവാങ്ങി. ഈ കഥയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതാ ഗൗതം. എന്താ എന്താ ആരാ? അറിയില്ല, പക്ഷെ എനിക്കെന്തോ പേടി തോന്നുന്നു. ഇപ്പൊ പൊക്കിയേക്കവനെ. വേണ്ട മരൻ, ഒറ്റയ്ക്കായതിന്റെ പേടിയായിരിക്കും. എന്തോ ഒരു ഇൻസെക്യൂരിറ്റി. ഞാൻ ഇറങ്ങട്ടെ. കുട്ടികൾ ടൂർ കഴിഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ട്. അതിനുമുമ്പ് ചെല്ലട്ടെ. ബൈ. കേട്ടില്ല സന്തോഷം. ഷാഹിദ മൂവ് ഓൺ ആയിന്ന അർത്ഥം. ബൈ. എടാ കെമിക്കല്, സർ ഇപ്പൊ ഒരു ബഹളമില്ലല്ലോ. കെമിക്കൽ ന്യൂട്രലായ. സുനാമി വരും മുമ്പ് ഏത് കടലും ശാന്തമാകാറില്ല എന്റെ സാറേ. ഭാവിയിൽ മിക്കവാറും ഞാൻ കിട്ടും. അങ്ങനെ ഇവിടെ നിർത്താൻ പറ്റും. എന്തോ ഒന്നുമില്ല അനിയത്തി അമ്മേ. കൂടെ മറമാക്കി. സർ എന്താടാ? അല്ല, നെക്സ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഞങ്ങളുടെ വീടെത്തും. നെക്സ്റ്റ് ലെഫ്റ്റ് ചെയ്ത് നിന്റെ വീടെത്തുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരാളെ മാത്രമായിട്ട് കൊണ്ടുവിടാൻ പറ്റില്ല. എല്ലാ കുട്ടികളുടെ പാരന്റ്സിനോടും സ്കൂളിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുഴപ്പമാവും. എന്ത് കുഴപ്പം? ഭയങ്കര കുഴപ്പമാവും. എടാ കാര്യം പറയടാ. അല്ല, ഒരാൾക്ക് ഇവിടെ അർജന്റ് ചെറുതായിട്ടൊന്ന് അപ്പിടണം. ടു ബി വെരി ഫ്രാങ്ക്, കഴിഞ്ഞ 2 ദിവസമായി സംഗതി പോയിട്ടില്ല. ഇപ്പൊ പോയ ആകെ 4 കേസാവും എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ബാക്കിയൊക്കെ സാറിന് ഇഷ്ടം. അപ്പൊ വണ്ടി തരത്തില്ലെങ്കിൽ നീ ഇവിടെ അപ്പിയിടും. അങ്ങനെ ലക്ഷറി ബസ്സിൽ അപ്പിയിട്ട് സൂക്ഷിക്കണ്ട. ഡ്രൈവർ, വണ്ടി വലത്തോട്ട് വിട്. സർ, ഇടത്തോട്ട്. എങ്ങോട്ടെങ്കിലൊക്കെ വിട്. വണ്ടി വിട്, വേഗം പോ. ഒന്ന് പെട്ടെന്ന് പോകാൻ പറയാം. എന്നാ നീ ഇറങ്ങി ഓർഡറാ. അപ്പിയിടാൻ തന്നെയല്ലേ, പ്രസവേനൊന്നുമല്ലല്ലോ. ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. അപ്പോഴാ ടീച്ചർ വിളിച്ച് കാര്യം പറഞ്ഞേ. എന്താ വയറ്റിന് പ്രോബ്ലം? എക്സ്പ്ലെയിൻ ചെയ്യുന്ന വലിയ പ്രോബ്ലം ആവുമ്പോ ഉമ്മ വലതും കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു ഞാൻ അവരോട്. എടാ പെട്ടെന്ന് ഇത്രയും പേർക്ക് ഞാൻ വല്ല കാടിവെള്ളവും കള്ളക്കെ കൊടുത്താൽ മതി. ട്രോപ്പിക്കന്നെ ജ്യൂസ് എന്ന് പറഞ്ഞ് കാച്ചാം. ഏതായാലും വൈകി. പിന്നെ നീരജിന് നിർബന്ധം ഒന്ന് കേറിയിട്ട് പോകണമെന്ന്. പിന്നെ എനിക്ക് ഗൗതം സാറിന്റെ ചടങ്ങിന് വരാനും പറ്റിയില്ല. വരൂ വരൂ. ബുദ്ധിമുട്ടായോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും കുട്ടികൾ നോർമലായല്ലോ, അത് മതി. പറയാതെ വയ്യ, നല്ല അച്ചടക്കമുള്ള പിള്ളേരാ. അല്ല, നിങ്ങളെന്താ അവിടെ നിന്നാളെ? വെള്ളം വെള്ളം കുടിക്കണ്ടേ? ഉമ്മ നിങ്ങളെയും കൂടി വിളിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണോ? സമാധാനായി. വെള്ളം മാത്രമേ ഉള്ളൂ, ടച്ചിങ്സ് ഉണ്ടാവില്ലേ? പിന്നെ അപ്പോ ചില തണ്ടികൾ ഡ്രൈവേഴ്സിനൊന്നും കൊടുക്കില്ല. ചില തണ്ടികൾ ഇതുപോലെ ഡീസന്റ് ആയിട്ട്.
എന്ത് പിടിച്ച വെയിറ്റാ? ഇയാളെന്തോടെ തിന്നുന്നേ? മോസ്റ്റ് പുട്ട് പുഴുങ്ങി തിന്നുമായിരിക്കും. പതിപോലെ പാമ്പാ, പേടിക്കണ്ട. വലിക്കണം. നീ ആദ്യം പൊക്കോ. എടാ പൊട്ടി ചെണ്ടി, നിനക്ക് അവൻ വെച്ചിട്ടുണ്ട്. തൂറി വരുന്നുണ്ട്. ഇപ്പൊ സമാധാനായോ? ഇനി മുതൽ നീ രാവിലെ എഴുന്നേറ്റാലുടൻ കൃത്യമായി ഇട്ടോണം. കൃത്യമായെന്ന് പറയുമ്പോ ഇതിന് പ്രത്യേകിച്ച് നേരവും കാലമൊന്നും ഇല്ല ടീച്ചർ. ഇവന്മാരായതുകൊണ്ട് മിക്കവാറും എനിമ കൊടുക്കേണ്ടി വരും. കേട്ടല്ലോ. നീ ഇതെവിടെ പോയതാ? ഞാനും ടോയ്ലറ്റിൽ പോയതോ അമ്മ. കമ്പനി കൊടുത്തതാ. അതൊന്നല്ല, ഇവർക്ക് രണ്ടുപേർക്കും അതിനൊരു സ്വിച്ചാ. A plus B the whole square is equal to ആർക്കറിയാം? അപ്പൊ ഇവിടെ വാ. ഓക്കേടാ, വാ. എടാ, നമുക്ക് ടൈമില്ല. നിനക്കറിയാലോ ഉമ്മയുടെ കുളി അത്ര ഡീറ്റെയിൽഡ് അല്ലാന്ന്. എന്തായാലും നമുക്കിത് അവിടം വരെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. നീ ഇപ്പൊ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ രാത്രി വിളിക്കാം. നിങ്ങൾ ഒറ്റടുത്തും കാണാൻ ലേറ്റ് ആയേ. എപ്പോഴും വീട്ടിലെത്തുന്നതായിരുന്നു. ഹലോ ലവേഴ്സ്. ആഹാ, കാര്യങ്ങളൊക്കെ ഇതുവരെ ആയല്ലേ? ഒന്നുമില്ലടാ, ഞാൻ ടൗണിൽ കൂടെ പോരുമ്പോ ടീന ഒറ്റയ്ക്ക് നടന്നു വരുന്നു. ഒരു ലിഫ്റ്റ് കൊടുത്തു, ഇവിടെ കൊണ്ടാക്കി. ഒരു പരസഹായം, അത്രേ ഉള്ളൂ. പരസഹായം നട്ടാ പാതിരയ്ക്ക്. ഈ സഹായം ഞങ്ങൾ ആ കൊട്ടേഷനങ്ങളോട് പറഞ്ഞു പോയെന്നിരിക്കും. ഞങ്ങളുടെ വക ഒരു പരസഹായം, അത്രേ ഉള്ളൂ അല്ലേ? കാഡ്ബറീസ് ഇതല്ലേ നിങ്ങളന്ന് ചോദിച്ചത്? ഇത് കാഡ്ബറീസ് വന്നിട്ടില്ല. പിന്നെ അത് ഞങ്ങളുടെ ക്രിക്കറ്റ് കിറ്റും പിന്നെ ചില ആക്രി സാധനങ്ങൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഗോപേട്ടന് അതൊന്ന് ഔട്ട് ഹൗസിൽ കൊണ്ടിരണം. അതെ. പിന്നെ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ടീന ചേച്ചിയുടെ കൊട്ടേഷൻ ഞങ്ങൾ ഈ പരസഹായത്തിനെ പറ്റി അറിയും. അങ്ങേരല്ലേ തന്നെ 11 വെട്ടുകേസിലെ പ്രതിയാ. 11 അല്ല 13. നിങ്ങളുടെ ഈ ആക്രി സാധനങ്ങൾക്ക് ഉദ്ദേശിച്ച് എന്തോരം കിലോ വിറ്റ് വരും. ഇതൊക്കെ ആക്രി തന്നെയാണോടാ പോക്കിരികളെ? ഞങ്ങളുടെ സത്യസന്ധത സംശയിക്കുന്നതിൽ വിഷമമുണ്ട് കേട്ടോ, വിഷമം. ഇതൊക്കെ ചുമക്കാൻ ഞാനെന്ത് പാപാണോ ദൈവമേ ചെയ്ത്? ആ പെണ്ണുങ്ങളിലായിരുന്നു ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞോ? ചേട്ടൻ നാളെ കുഴമ്പിട്ട് പൊളിച്ചോ. കൊട്ടൻ ചുക്കാതി ബെസ്റ്റാ. നിന്റെ അപ്പൂപ്പനോട് ഹാൻഡിൽ വിത്ത് കെയർ. ചില പൊട്ടുന്ന ഐറ്റംസ് ഉണ്ടേ. അപ്പൊ ടീനയുടെ അങ്കിള് കൊട്ടേഷൻ. ഇനി ആ ഡയലോഗ് ഇല്ല. വേണമെങ്കിൽ ടീന ചേച്ചിയുടെ കൂടെ ഒളിച്ചോടി പൊക്കോ. ഞങ്ങൾക്ക് നോ പ്രോബ്ലം. നീ നമ്മുടെ മുത്താടാ, മുത്ത്. ചേട്ടനെ കൊണ്ട് ആക്രി അടിപ്പിച്ചത് പുറത്തു വരണ്ട. ചേട്ടൻ എന്നാ നാണക്കേട്. അതെന്നെ കൊന്നാലും പറയില്ല. വേഗം വിട്ടോ, കുഴമ്പ് വാങ്ങണ്ടേ?
ഇനി ആവശ്യം വിളിക്കാം. ഹോ, ഇങ്ങനൊരു മണ്ടൻ ഞാൻ കണ്ടിട്ടില്ല. അതല്ലേ പറയുന്നേ, ലവ് ഇസ് ബ്ലൈൻഡ്. ന്യൂട്രലെ നീയാള് കൊള്ളാലോ. നിങ്ങളിത് എവിടെ പോയതാ? ചുമ്മാ കാറ്റുള്ള ആ. അതാരാ? ഓ, അതാ ഗോപേട്ടനാ. അമ്മൂസ് വില്ലയല്ലേ? അങ്ങേരപ്പുറത്തെ വീട്ടിലെ ടീനേജിയെ ലൈൻ അടിക്കാൻ നമ്മുടെ ഗേറ്റിൽ അത്തരം കുറ്റിയടി. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിലൊരു വാക്കിറക്കാം. ഇതെല്ലാം ടീനേജിന്റെ കൊട്ടേഷൻ ഞങ്ങളോട് ഉമ്മ വിളിച്ച് എന്തായാലും പറയണം. അവൻ ഈ ഏരിയ കാലത്ത് ശരിയാ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പെൺകുട്ടികളെ വഴിതെറ്റിക്ക. 9ാം ക്ലാസ്സിൽ അച്ഛനെ ലൈൻ അടിച്ച പാർട്ടിയാ. നീ അത് വിട്. അല്ല, ഇനി നീ എന്താ ഉദ്ദേശിക്കുന്നെ? ഇതൊക്കെ പ്രോബ്ലം ആവില്ലേ? സത്യം പറഞ്ഞ അതാ ഇപ്പൊ എന്റെയും പേടി. എടാ, എനിവേ നമുക്ക് അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. എത്ര വലിയ പുലിവാല നമ്മൾ പിടിച്ച നമുക്കറിയാണല്ലോ. എടാ വൃത്തിയിട്ടവനെ. വഴിയുണ്ട്. കരീം ഉസ്താദ് ശരിക്കും ആരാന്ന് ചോദിച്ചാ എന്താ പറയാ? ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനത്തിന്റെ തലതൊട്ടപ്പൻ, മരണത്തിന്റെ വ്യാപാരി. അതെ, എന്നേക്കാൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക ജോയ്ക്കാ. ജോ വർക്ക് ചെയ്യുന്ന ചാനലിൽ ഡീൽ ചെയ്യുന്നത് നാഷണൽ ഇഷ്യൂസാ. എന്തായാലും മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിക്കുന്നത്? മുംബൈയിൽ ഒരു ബിസിനസ് കുടുംബത്തിലാ കരീമുസ്താദിന്റെ ജനനം. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത കുടുംബം. എന്നിട്ടും ചെറുപ്പത്തിലെ ക്രിമിനലായി. ഒരു ഇന്ത്യ പാക് ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം മുഴക്കിയതോടെയാ പോലീസിന്റെ നോട്ടപ്പുള്ളിയായത്. പിന്നെ പോലീസ് കണ്ടെത്തി കരീമിടയ്ക്ക് പാകിസ്ഥാനിൽ പോയിരുന്നു, അവിടെ ട്രെയിൻഡ് ആയിരുന്നു എന്നൊക്കെ. കരീം ഇങ്ങനെ ഭീകര പ്രവർത്തനത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണെന്ന് ആദ്യം പോലീസിനെ ഇൻഫോം ചെയ്യുന്നത് അയാളുടെ ബാപ്പ തന്നെയാണ്. അതോടെ കരീം വീട് വിട്ടോടി. അതിനുശേഷം ഡൽഹിയിൽ, പനാജിയിൽ, കോയമ്പത്തൂരിൽ അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഏതാണ്ട് 1000-ഓളം ആളുകളാണ് ഈ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ ഇയാൾ ഒഴിക്കിയ ചോരപ്പുഴകളാ. പിന്നെ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമയാക്കുന്നതിൽ, കൂടാതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്നതിൽ കരീം ഉസ്താദിന് വലിയ പങ്കുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യുക, കള്ളനോട്ട് കടത്തുക, അങ്ങനെ പല രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഹോബിയാണ് അയാൾക്ക്. കരീം ഉസ്താദിന്റെ ബാപ്പ മകന്റെ ചെയ്തികളിൽ മനം നൊന്ത് ഹൃദയം തകർന്ന മരിച്ചിട്ടുള്ളത്. ആഹാ, സ്കൂളിലെ ശത്രുരാജ്യങ്ങൾ ഇവിടെ സമാധാന കരാർ ഒപ്പിട്ടിരിക്കുകയായിരിക്കും അല്ലെ? ഒരു ഷോർട്ട് ബ്രേക്ക് അമ്മ. പിന്നെ ഇവക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആന്റി. എന്തായാലും പോലീസ് ഇപ്പൊ കരീം ഉസ്താദിനെ നെട്ടോട്ട് ഓടിച്ചോണ്ടിരിക്കുക. രാജ്യം എത്രയോ കാലമായി അന്വേഷിക്കുന്ന ഇയാളെ ഒന്ന് തൊടാൻ പോലും നമ്മുടെ ഇന്റലിജൻസിനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. ശരിയാ, പക്ഷെ അധികം താമസിയാതെ കമ്മിറ്റഡ് ആയ ഒരു പോലീസ് ഓഫീസറുടെയോ അല്ലെങ്കിൽ ധീരനായ രാജ്യസ്നേഹമുള്ള ഒരു സിവിലിന്റെയോ കയ്യിൽ അയാളാകപ്പെടും. മരണത്തിന്റെ വ്യാപാരി, രാജ്യത്തിന്റെ ഒറ്റുകാരൻ, ആദ്യമായി അന്ന് ഭയന്ന് വിറയ്ക്കും, നിന്ന് മൂത്രമൊഴിക്കും. ചരിത്രം എല്ലാ ഒറ്റുകാർക്കും അങ്ങനെ ഒരു വിധി ഒരുക്കിയിട്ടുണ്ട്. രാജ്യം ആ ധീരനെ കൂടിയാ കാത്തിരിക്കുന്നത്. പേടിക്കണ്ട കേട്ടോ, നിങ്ങളുടെ അച്ഛന്റെ ചോരയ്ക്ക് അന്ന് നമുക്ക് കണക്ക് ചോദിക്കാം. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും. എടാ, നമ്മൾ വിചാരിച്ചേക്കാളും വലിയ പുലി അയാള്. പക്ഷെ ഇപ്പൊ കിടക്കുന്നതോ നമ്മുടെ ആക്രിപുരയിൽ. എന്താ അല്ലേ, അടിപൊളി. നിങ്ങളിന്ന് മെറിന്റെ വീട്ടിൽ പോയിരുന്നല്ലേ? എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. വാ, നിങ്ങൾ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കരുത്. ഉമ്മക്കറിയാം അതത്ര എളുപ്പമല്ലാന്ന്. പിന്നെ മെറിനാൻറ്റി പറഞ്ഞ പോലെ ഒരു ദിവസം വരും, നമ്മുടെ നിലവിളിക്കൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു ദിവസം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അങ്ങനെ ഒരു ദിവസം ഉണ്ടായാ നമുക്ക് സന്തോഷാവോ? മനസ്സില് വിഷമവും ദേഷ്യമൊക്കെ കുറെ കുറയും. ഉമ്മാക്ക് എന്താ നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, ഒരു ദിവസം ആള് പിടിക്കപ്പെടുമെന്ന്. അതെ, മെർനാൻഡി പറഞ്ഞ പോലെ.
വാ. വെൽക്കം ടു മേജർ ഗൗതം. കിളി പോയിരിക്കല്ലേ, മെല്ലെ മനസ്സിലാക്കി തരാം. വെള്ളം കുടിക്കാൻ വിടാതെ നിന്നെ കൊല്ലേണ്ടതാ, പക്ഷെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യും. ഉസ്താദിന് തോന്നുമ്പോ നോ പിടൽ നോ മൂത്രയ്ക്കൽ. We will tell you the time to അപ്പിടൽ and മൂത്രയ്ക്കൽ. അതിനുള്ള കിടുപിടികളായത്. സംഗതി പുറത്തുകൊണ്ട് കളയുന്നത് നീ. എടാ, What do you want? Why did you bring me here? Hey, don't shout. It will attract others' attention. That will be your end. തൽക്കാലം ഇത് കഴിക്കും. വായപ്പ കുറച്ചു നേരം അടങ്ങിയിരിക്കുമല്ലോ. Tell me, what do you want? അതിനാ ഡാഷ് ഡാഷ് മോനെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. This is all your fault. Cruelty. Hundreds of Indians killed in these blasts. Can you give their life back? Oh, you want their life back? Stop it! This is her mom. But now the smile is missing. Do you know why? You killed her beloved husband, our loving dad, Vijay Gautam Keshav. A week ago in Mumbai terror attack. Now we want our dad's life back. Our mom's smile back. Can you give it? Now hear me. Next Monday, August 15th. That day we will punish you. എന്ന് വെച്ചാ പണി തരും. What? You don't know who I am. In between slight turns I get, I will kill you both. Kill you? Yes. And not kill it. എടാ 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 നിക്ക്. എടാ എടാ നിക്ക്. നീ അയാൾക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കാൻ പോന്നെ? നമ്മുടെ അച്ഛൻ അയാൾ എന്താ ചെയ്തേ? തട്ടാൻ പോവാണോ? തട്ടണ്ടേ? തട്ടല്ലേ? തട്ടാം. തട്ടണമേ നമുക്ക്.
സദാശിവൻ ചേട്ടനെ ഞാൻ ഇവിടുന്ന് ഓടിക്കും കേട്ടോ. ഗൗതമനെ എടുത്തോണ്ട് നടന്നു ഒറ്റ കമ്മിറ്റ്മെന്റാ, ഞാനൊന്നും പറയാത്ത. ഇനി ഇന്നില്ല പോരെ. ഞാൻ ഷോപ്പിലേക്ക് പോവാ. ഷോപ്പിലേക്കാ? എന്റെ ഷോപ്പിലേക്ക്. ഞാൻ പേടിച്ചു പോയി. അതേതായാലും നന്നായി. ഓ ഇവിടെ ആരോടെങ്കിലും അടിച്ചു പൂക്കുറ്റി ആവാലോ. അങ്ങനൊന്നുമില്ല. ഇതാണ് ശരിക്കും ഫിറ്റ് ആകാഞ്ഞതിലുള്ള കുഴപ്പം. ഓരോരോ വൃത്തികെട്ട ശബ്ദം കേൾക്കും. മനുഷ്യനെ പേടിപ്പിക്കാൻ പണ്ടാരം. ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? തനിച്ച് വീട്ടിലിരിക്കുമ്പോ വല്ലാണ്ട് ഒറ്റയ്ക്കായ പോലെ. അപ്പോ ഞാൻ കരുതി. നന്നായി ചേച്ചി, ഞങ്ങളിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. പക്ഷേ ഈ ഷോപ്പിന് പഴയൊരു ഫീലില്ല. അങ്ങനെ വിചാരിക്കില്ലേ ചേച്ചി? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. We are school teachers from Chennai. நாங்க ஒரு ஸ்டூடெண்ட்ஸோட டூர் பேக்கேஜ் பத்தி விசாரிக்க வந்திருக்கோம். சேக்ரட் ஹார்ட் பப்ளிக் ஸ்கூல் கொச்சின். அவங்க தான் இந்த இடத்தை பத்தி ரெஃபரன்ஸ் கொடுத்தாங்க. ரீசன்ட்லி அவங்க ஸ்டே பண்ணி இருந்தாங்களா? Yes sir. They were here and they had a great time with us. You can see this. Thank you. கமிட்டி கிட்ட டிஸ்கஸ் பண்ணி we'll get back to you. Okay sir. Yes. Sacred Heart Public School. Confirmed. ഇപ്പൊ അപ്പിയൊക്കെ കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ടല്ലോ. നിനക്ക് മലം ടെസ്റ്റ് ചെയ്യല ജോലി എന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പിനെ പിടിവിടുന്നില്ലല്ലോ ഈശ്വര. അല്ല, അവൾ നിന്റെ അപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നു. ഉസ്താദിന് മൂത്രമൊഴിക്കാൻ അപ്പിയുടെ ഒക്കെ വേണ്ടേ? മാത്രമല്ല 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. എന്നാ പിന്നെ അയാൾക്ക് 5 സ്റ്റാർ ഹോട്ടൽ AC റൂം എടുത്തു കൊടുക്കാം. എന്തേ? അതല്ലടാ, ഫുഡെങ്കിലും കൊടുക്കണ്ടേ? ഓഗസ്റ്റ് 15 4 ദിവസമുണ്ട്. അതുവരെ അയാൾ ജീവിച്ചിരിക്കണ്ടേ? അതെ, തടിപ്പിച്ച് തട്ടല്ലേ. അപ്പൊ നീ വല്ലതും ചൂടാക്കി എടുക്ക്. ഞാൻ ആദ്യം ചെന്ന് ഉസ്താദിനെ നല്ല മുട്ട തെറി വിളിക്കട്ടെ. ജസ്റ്റ് ഫോർ ഹർ. നിന്റെ ഒരു കാര്യം. ഇറക്കി വെച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട്.
I had warned you. If I get slightest of chance, I will finish you. Finish you. Yes, I will kill you. I will kill you. അയ്യോ കള്ളൻ 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 അങ്ങനെ വീണ്ടും പവനായി ശവമായി. അങ്ങനെ പറഞ്ഞിരുന്നോ? വേഗം സ്പ്രേ അടി. ബോധം വന്ന് ഇയാള് വല്ലതും വിളിച്ചു പറയും. പിന്നെല്ലാം കട്ടപ്പുക. അയ്യോ കള്ളൻ ഓടി വരണേ, കള്ളൻ ഓടി വരണേ, അയ്യോ ഒന്ന് ഓടി വരണേ. ഒന്ന് വായോ, ഒന്ന് ഓടി. അയ്യോ പിള്ളേരെവിടെ? അല്ല ഈ കള്ളന്നൊക്കെ ചേട്ടന് തോന്നിയാണോ? പ്രായം ഇതാണേ. ഒന്ന് പോടേക്കാ, നിങ്ങള് വാ. അയ്യോ സോറി, ചേട്ടന് പ്രായം 18. കറക്റ്റ്. എവിടെ മക്കളെ കള്ളൻ? നോക്കിക്ക സമയം വേഗം വാ. തീരുട്ട് ഗ്രാമത്തിലെ ചില തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ പുറകെ പോയത്? കള്ളനെ ഓടിച്ചതാ. മണ്ടത്തരല്ലേ ആ കാണിച്ചത്? കള്ളം തിരിഞ്ഞു നിന്നാ കുഴപ്പാവൂലേ? കള്ളം വന്ന നമ്മൾ ജീവനും കൊണ്ട് ഓടിക്കോണം. അതല്ലേ ഞാൻ ഓടിയത്. അല്ല അവനെന്തെങ്കിലും എടുത്തോണ്ട് പോയാ? വീട് മൊത്തം പരിശോധിക്കണം, എന്നാലേ പറയാൻ പറ്റൂ. ഓ അല്ലേ? കറക്റ്റ്. ഏതായാലും നിങ്ങൾ അമ്മയെ വിളിക്ക്. നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടിയ ഞാനാണെന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് പറയണം. കള്ളൻ ഉദ്ദേശം എന്ത് പ്രായം വരും? ഒരു വയസ്സൻ. വയസ്സിൽ ലുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് വരും. അങ്ങനെയാണ്. സദാശിവൻ എന്ത് പറയുന്നു? ഞാനല്ല ഒരു പുക പോലെയാണ് കണ്ടതേ. എന്നാലും കള്ളം ഗേറ്റ് വഴി വന്നാ സദാശിവൻ കാണണ്ടേ? സദാശിവൻ ചേട്ടന് കാഴ്ചക്കുറവൊന്നുമില്ലല്ലോ. ഇവിടുത്തെ സെക്യൂരിറ്റിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ പണി ഒഴികെ ബാക്കി എല്ലാം ചെയ്യും. സദാശിവേട്ടൻ മിക്കവാറും പാമ്പാണ്. പിന്നെ പിറകുവശത്തോടെ കള്ളൻ ഓടിപ്പോയത് നിരഞ്ജനും നീരജും അല്ലാതെ വേറെ ആരും കണ്ടില്ല? ഇല്ല. കള്ളം ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അതെ, ഒളിമ്പിക്സിൽ എന്ന പോലെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാ ഓടിയത്. എന്നാലും ഉസൈൻ ബോൾട്ട് ആവില്ലല്ലോ. ഏതായാലും ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഓക്കെ മാം. ഞാൻ ഇറങ്ങാം ഷാഹിദ. ഒന്നും കൊണ്ടുപോയിട്ടില്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഡൂക്കിലി കള്ളനെ ആവൂ. അത്രേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പേടിച്ചോ? ഞങ്ങൾക്ക് പേടിക്കാൻ പറ്റില്ലല്ലോ ഉമ്മ. Yesterday we planned to give you food, but you tried to kill us. അതിന് ഉസ്താന്റെ പല്ലടിച്ചേർപ്പിക്കാൻ വേണ്ടത്. Still we are providing food and water because we are Indians, real Indians, you know. മാത്രല്ല ഉസ്താദ് ഹെൽത്തി ആയിട്ടിരിക്കണം. കാരണം ഓഗസ്റ്റ് 15 3 ദിവസം കൂടിയുള്ളൂ. ഞങ്ങൾ പറഞ്ഞില്ല ഉസ്താദിനൊന്ന് പണിഷ് ചെയ്യുമെന്ന്. അന്ന് രാജ്യം മുഴുവൻ നാഷണൽ ഫ്ലാഗ് ഉയർത്തും, ഞങ്ങൾ ഉയർത്തും ഈ ആക്രിപുരയിൽ. എന്നിട്ട് പറഞ്ഞ പോലെ ഉസ്താദിന് പണിഷ് ചെയ്യും. തന്നെ പോലുള്ള രാജ്യത്തുറകൾ എങ്ങനെ പണിഷ് ചെയ്യണമെന്ന് ഞങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ ലൈഫില് ഏറ്റവും ത്രിൽഡായ മൊമെന്റ് ഏതാ? ഏറ്റവും ത്രിൽഡായ മൊമെന്റ് ലൈഫിൽ ഒരു പബ്ലിക് പ്ലേസിൽ ബോംബ് വെച്ച് ഒരുപാട് നിരപരാധികളെ കൊന്ന ഒരു തീവ്രവാദിയെ ഞങ്ങൾ പിടിച്ചു. എന്നിട്ട് അവനെ ഇങ്ങനെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് 100 വട്ടം പഠിപ്പിച്ചു. ഈ മണ്ണിൽ ജനിച്ച് ഇവിടുത്തെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇവന്മാർക്കൊക്കെ
ഇതിലും വലിയൊരു ശിക്ഷയില്ല കൊടുക്കാൻ. മരിക്കും മുമ്പ് ഒരിക്കലെങ്കിലും അവൻ പിറന്ന മണ്ണിനെ തൊട്ട് വന്ദിക്കണം. ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിച്ച് ചെയ്ത പാപങ്ങൾ ഇത്തിരിയെങ്കിലും കഴുകിക്കളയണം. വേണ്ടേ? What the hell did you say? I don't follow you. അതെ, ഞങ്ങൾ ഈ ആക്രിപ്പഴ ഇന്ത്യയുടെ പതാക ഉയർത്തുമ്പോൾ ഉസ്താദ് അതിനെ സല്യൂട്ട് ചെയ്യണം. എന്നിട്ട് അച്ഛനിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണം. I told you I don't follow you. It's really simple. We're going to hoist the national flag here, and you're going to salute the tricolor and loudly say the slogan Bharat Mata Ki Jai. അതാ ഞങ്ങൾ നിനക്ക് വിധിച്ചിട്ടുള്ള ശിക്ഷ. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞെന്ന ശിക്ഷ. Until the life throbs in my heart, you idiots, I won't say it, I won't even spell it. Then we will kill you. I prefer death rather than saluting the Indian flag and saying that slogan. So, तेरी माँ की ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്റെ ബ്ലഡ് ആണെങ്കിൽ ഉസ്താദിനെ കൊണ്ടത് ജയിച്ചിരിക്കാം. അല്ലെങ്കിൽ ഉസ്താദിന്റെ സുനാപ്പേർ ഞങ്ങൾ ചെത്തും. അടിക്കലാണ് മോന്തി ക്ലോറോഫോം. ഏട്ടനിപ്പോ ന്യൂട്രലല്ല, ടോപ്പ് ഗിയറാ. ആണോ? താങ്ക് യു. അയ്യോ പാവം, വീണ്ടും ശവമായി. യെസ് സർ. പ്ലീസ് സർ. യെസ് സർ. ആ സർ, ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം. യാ. ഈ മാസം എന്റെ വലിയ ശ്രദ്ധയില്ലാഞ്ഞിട്ടും ബിസിനസ് തീരെ മോശമായില്ല. സാലറിയുടെ കൂടെ രണ്ടാൾക്കും ചെറിയൊരു ഗിഫ്റ്റ്. അയ്യോ വേണ്ട ചേച്ചി. ഇറ്റ്സ് ഓക്കെ, വെച്ചോളൂ. എന്നാ നിങ്ങൾ പോയിക്കോളൂ. ഇന്ന് ഞങ്ങള് പൂട്ടിക്കോളാം കടയൊക്കെ. ശരി ചേച്ചി. അടിപൊളി. ഡാ, നശിപ്പിക്കല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ബിസിനസ്സാ. ഇനി നീയൊക്കെ വേണം നോക്കി നടത്താൻ. വേണമെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്തോ, ക്ലാസ് പോണ്ടല്ലോ. ഇല്ലുമ്മ, നാളെ ഹോംവർക്ക് ഉണ്ട് എനിക്ക്. എനിക്ക് നീനിക്കുട്ടി പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു സ്വിച്ച് ആണല്ലോ. എന്താ മരൻ? ഷാഹിദ വറീഡാവാനൊന്നുമില്ല, എന്നാലും എനിക്കൊന്ന് അറിയിക്കണം തോന്നി. കരീം ഉസ്താദിന്റെ ചില കൂട്ടാളികൾ ജില്ലയിൽ എത്തിയിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഷാഹിദയോ കുട്ടികളോ വറീഡാവേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റിൽ നമ്മളൊന്ന് വിജിലന്റ് ആയിട്ടിരിക്കണം. ഐ മീൻ, ഇവിടെയോ വീട്ടു പരിസരത്തോ എവിടെയെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് ആരെങ്കിലും കണ്ട ഷാഹിദ എന്നെ വിളിക്കണം. ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയാ. എന്നാലും ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ ഞാൻ വിളിച്ച് റിസൾട്ട് സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേണേ ഷാഹിദയ്ക്കും കുട്ടികൾക്കും നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാം. ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത് മരൻ. ഈ കരീം ഉസ്താദ് ഇന്ന് വരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരുപാട് പാവ മനുഷ്യരുണ്ട്. അവർക്കൊക്കെ എന്ത് സെക്യൂരിറ്റിയാ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തത്? എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ത് സെക്യൂരിറ്റിയാ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചത്? ഈ കരീം ഉസ്താദ് എന്ന മനുഷ്യൻ തന്നെ നിങ്ങളുടെയൊക്കെ സെക്യൂരിറ്റി ലാബ്സ് ആണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ മരന്? ഷാഹിദ, പക്ഷേ ഒരു പക്ഷേയില്ല. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു സെക്യൂരിറ്റിയും എനിക്കും എന്റെ കുട്ടികൾക്കും വേണ്ട. ഇനി ഞങ്ങൾക്കെതിരെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ തന്നെ മരിക്കാൻ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഗൗതമില്ലാത്ത ഈ ലൈഫ് അത്രയ്ക്ക് എംപ്റ്റിയാ ഞങ്ങൾക്ക്. ഇനിയിപ്പോ മരിക്കേണ്ടി വന്നാലും ഒന്ന് പൊരുതിയിട്ടേ മരിക്കൂ. ഗൗതമിന്റെ ബ്ലഡാ ഈ കുട്ടികളുടെ ബോഡിയിൽ. ഷാഹിദ, ഇമോഷണൽ ആവാതെ. ഇമോഷണൽ ആവും. ഇനിയും ഇങ്ങനത്തെ നോൺസെൻസ് എഴുന്നള്ളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ ഞാൻ ഇമോഷണൽ ആവും. സോറി. എന്തു പറ്റി മാഡം? ക്വൈറ്റ് നാച്ചുറൽ. ലോകം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഇനി ഇമോഷണൽ ആവും.
നമ്മൾ പക്ഷെ കൂടുതൽ കോൺഷ്യസ് ആവണം. 2 പോലീസുകാർ മഫ്റ്റിയിൽ എപ്പോഴും അവരുടെ വീടിന് പരിസരത്തും കടയ്ക്ക് മുന്നിലും റൗണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. യെസ് മാം. നൈറ്റ് പെട്രോളിംഗും ആവാം അവരുടെ വീടിനും പരിസരത്തും. ഷുവർ മാം. ഓക്കെ മാഡം. ഓക്കെ. मैंने बार बार पूछने से वो ड्राइवर को शक हो गया. चलो जल्दी चलो. छह, ये तो में से कोई जानकारी नहीं मिली. मिला. मुंबई ताज पेंडा हमले में मारा गया मेजर गौतम केशव. उनके दोनों लड़के उस टूर में शामिल है. उस 2 आईडी उन लड़कों का हो सकता है. वो ड्राइवर बहुत देर से हमको ही घूरा है. चल निकलता है. കോട്ടേജി അയ്യോ, എനിക്ക് അത്തറ് വേണമായിരുന്നു. ഇപ്പൊ ക്ലോസ് ചെയ്യാൻ പോവാണല്ലോ. അയ്യോ, അത്ര അത്യാവശ്യമായിരുന്നു. എന്ത് അത്തറോ? അതെ. എക്സ്ക്യൂസ് മീ, നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളിവിടെ അത്തറ് വാങ്ങിക്കാൻ വന്നല്ലാന്നും എനിക്കറിയാം. എങ്കിൽ ഞാൻ വളച്ചേടില്ലാതെ കാര്യം പറയാം. ഞാൻ ഗൗതമിന്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാ. മരണം ഞാൻ അറിഞ്ഞിരുന്നു. മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. ഷാഹിദയും കുട്ടികളെ എനിക്കറിയാം. ഞാൻ എല്ലാ ഫോട്ടോയും ലൈക്ക് ചെയ്യാറുണ്ട്. ഷാഹിദയ്ക്ക് ഇപ്പോ 1 crore നഷ്ടപരിഹാരം കിട്ടിയതും ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. ഐ മീൻ, ഞാൻ നിങ്ങളെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. എന്തിന്? FB ഞാൻ റിക്വസ്റ്റ് അയച്ചിരുന്നു. ഷാഹിദ അത് റിജക്ട് ചെയ്തു. ഇൻഫാക്ട് ഷാഹിദായിട്ടൊരു സൗഹൃദത്തിന് എനിക്ക് താല്പര്യമുണ്ടേ. ഞാൻ സിംഗിളാണ്. പട്ടാളക്കാരോടും ഗൾഫുകാരോടുള്ള ബഹുമാനം ആരും അവരുടെ ഭാര്യമാർക്ക് കൊടുക്കാറില്ല. അവരെന്തോ ഈസി അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണെന്നാ എല്ലാവരുടെയും വിചാരം. അയ്യോ, ഐ മീൻ, ഞാൻ ഉദ്ദേശിച്ചത് ഓപ്പൺ ആയിട്ടുള്ളൊരു സൗഹൃദമാണ്. നിങ്ങൾ എന്തുദ്ദേശിച്ചാലും സി, മേജർ ഗൗതം മരിച്ചത് നിങ്ങൾക്കാണ്. പക്ഷെ എനിക്ക് അദ്ദേഹം ഇപ്പോഴും കൂടെയുണ്ട്. ഈ നിമിഷം പോലും ഫിസിക്കലി ഗൗതമിനെ എനിക്ക് ഫീൽ ചെയ്യാം. ഹിസ് ടച്ച്, വാംത്ത് ഓഫ് ഹിസ് ബോഡി. ഐ റിപ്പീറ്റ്, ഹി ഈസ് വെരി മച്ച് അലൈവ്. ഐ കൻ സ്റ്റിൽ ഫീൽ ഹിം. മതിയോ? മതി, തൃപ്തിയായി പെങ്ങളെ.
പുറത്താരൊക്കെയുണ്ട്. അത് കള്ളന്മാരല്ല. മെറിൻ പറഞ്ഞ പോലെ കരീം ഉസ്താദിന്റെ ആൾക്കാരാന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ പോലീസിനെ വിളിക്കാം. മിണ്ടരുത്. വേണോ ഉമ്മ? എന്ത്? പിന്നല്ലാതെ ഉമ്മയല്ലേ പറഞ്ഞേ നമ്മൾ അച്ഛന്റെ ബ്ലഡാ, സെക്യൂരിറ്റി വേണ്ട, മരിക്കുന്നവരെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്നു. നമുക്ക് ഫൈറ്റ് ചെയ്യാം ഉമ്മ. ഞങ്ങൾക്ക് പേടിയില്ല. അവരെ പിടിച്ച അച്ഛനല്ലേ ഏറ്റവും സന്തോഷിക്കുക. ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന്. ഗോഡ്, ഇത് എന്റെ മിസ്റ്റേക്കാ, എന്റെ മാത്രം മിസ്റ്റേക്ക്. അതൊരു ഡൂക്ലി കള്ളനായിരുന്നില്ല, സാക്ഷാൽ കരീം ഉസ്താദ്. Unbelievable. So he is closely behind Gautam's family. Yes, we have to act right now. Yes, ma'am. Sorry for the disturbance. നീരജ്, ഉമ്മ പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് മാറ്റിയ എന്റെ നീയൊന്നും പറയില്ല അല്ലേടാ? വേണ്ട, പറയണ്ട. ഒന്നുകൂടി ട്രൈ ചെയ്യാം മാം. 2 ദിവസം കൂടി ഓർക്കണ്ട. നെക്സ്റ്റ് ഡേ ചെറു ചൂടുവെള്ളത്തിൽ ഒരു കുളിയും നല്ലൊരു ബിരിയാണിയും. പിന്നെ ചോദിച്ച ഏതവനും വള്ളി പുള്ളി വിടാതെ ഛർദിച്ചോളുമല്ല. കടലല പാടി നമാകെ പാടി കൂടെ ഈ നാടിൻ ആഹ്ലാദം നീതാനേ. ആഹ്ലാദം, ആഘോഷം, സ്വാതന്ത്ര്യം, ഈ ആഘോഷം പൂച്ചൂടും സ്വാതന്ത്ര്യം.
ആഹ്ലാദം ആഘോഷം സ്വാതന്ത്ര്യം ഈ ആവേശം ചേർന്നാളും സ്വാതന്ത്ര്യം. അഴലുകളെരിയുമൊരുയിരുമായി തുടലുകൾ അഴിയുമൊരുടലുമായി ഓരോ നീ പോരു പൂങ്കാറ്റിലായി വരവായി വാദ്യലേ ഘോഷം വാർന്നു വീണു തുടി താളം ഇനി പാടാം കൂടെ ഒരു പ്രാണനായി. ആഹ്ലാദം ആഘോഷം സ്വാതന്ത്ര്യം ഈ ആഘോഷം പൂച്ചൂടും സ്വാതന്ത്ര്യം. ചുടുനിണമുരുകിയ സിരയുമായി മനമതിലൊരു കനലുലയുമായി പോരു നീ പോരു ഈ വാഴ്വിലായി അറിവായി ജീവനൊരു പോലെ ഭാഗധേയമൊരു പോലെ ഇനി ചേരാം കൂടെ ഒരു ധാരയാ ആവേശം വാളേന്തും പോരാണേ ആരാരും വാഴ്ത്തിടും നേരാണേ ആഹ്ലാദം ആഘോഷം സ്വാതന്ത്ര്യം ഈ ആവേശം ചേർന്നാളും സ്വാതന്ത്ര്യം. ആ ഹലോ മെറിൻ, പറയൂ. എന്തു പറ്റി? അർജന്റാണോ? അത്രയ്ക്ക് അർജന്റാണോ? ഓക്കെ ഓക്കെ, ഇപ്പൊ തന്നെ വരാം. ഓക്കെ. നിരഞ്ജൻ, നീരജ്, എടാ നീ തമാശ കളിക്കരുത്. നമ്മൾ ഇനിയും കെയർഫുൾ ആയിരിക്കണം. ശരിയാ, ഇല്ലെങ്കിൽ 8ന്റെ വേണ്ടിട്ട് നമുക്കായിരിക്കും. നിങ്ങൾ എവിടെ പോയതാ? മൂത്രമൊഴിക്കാൻ അല്ലേ? എന്താടാ നിന്റെ ഒന്നും ചുക്കുമണിക്ക് അകത്തെ ടോയ്ലറ്റ് പോയാൽ മൂത്രം വരില്ലേ? ഓപ്പൺ എയറിൽ മൂത്രയ്ക്കും സുഖം. അത് ഗേൾസിന് അറിയില്ല. പാവങ്ങൾ. ആക്ച്വലി മനസ്സിലാവില്ല. വേറെ എന്തോ ചുറ്റിക്കളി ഉണ്ട്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് അത് ഫീൽ ചെയ്യുന്നു. ഉമ്മ, ഓപ്പൺ എയറിൽ മൂത്രമൊഴിക്കുമ്പോ വി ക്യാൻ ഡ്രോ അമേസിംഗ് പിക്ചേഴ്സ് വിത്ത് മൂത്രം. ഡാടാ ഇവന്റെ കൂടെ കൂടി നീയും തെമ്മാടിയായോ? രണ്ടും പോയി ഡ്രസ് ചെയ്യ. ACP ഓഫീസിൽ പോണം. ചെല്ലിയല്ല. അല്ലുമ്മ, ഇന്ന് August 15th അല്ലേ? ഇന്നോട് ഫ്ലാഗ് ഉയർത്തണം. ഇവിടെ അല്ല സ്കൂളില് ഫ്ലാഗ് ഉയർത്തണം. ഉമ്മ പൊക്കോളൂ, ഞങ്ങൾക്ക് സ്കൂളിൽ പോണം. ഫ്ലാഗ് ഹോസ്റ്റ് മിസ് ചെയ്യാൻ പറ്റില്ല. നോ നിങ്ങളെയും കൊണ്ട് ചെല്ലാനാ മെറിൻ നിർബന്ധിച്ച്. ദേ പിന്നെ വിളിക്കുന്നു. എന്താണാവോ ഇത്രയ്ക്ക് അർജന്റ്? ഹലോ, ആ മെറിൻ ഞങ്ങൾ എത്തിയേട്ടോ. വാ വാ. കുട്ടികൾ കള്ളം പറയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഷൈദ. ഫോർ വാട്ട്? നിങ്ങൾ കീഴ്പ്പെടുത്തിയ കരീം ഉസ്താദിന്റെ ഗാങ്സ്റ്റേഴ്സിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. അവരൊരു കൃത്യമായ സംശയത്തിന്റെ പുറകെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലെത്തിയിട്ടുള്ളത്. കരീം ഉസ്താദ് അവസാനമായി ഒളിച്ചു താമസിച്ച ഷെഡിന് തൊട്ടടുത്താണ് ആ റിസോർട്ട്.
നിരഞ്ജനും നീരജും എക്സ്കർഷന് പോയപ്പോ താമസിച്ച ആ റിസോർട്ട്. അതുകൊണ്ട് വെയിറ്റ്, ആ ഇവിടെ കൈവെക്ക്. നെക്സ്റ്റ്. പോലീസ് ഇന്ന് വെളുപ്പിന് കരീം ഉസ്താദിന്റെ മുറി ബ്രേക്ക് ഇൻ ചെയ്തിരുന്നു. ആ മുറിയിൽ കയറിയിട്ടേ ഇല്ലെന്നാണ് നിരഞ്ജനും നീരജും പറയുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ല അത് സത്യാവാൻ വഴിയില്ലെന്ന്. അവർ ആ മുറിയിൽ കയറിയിട്ടുണ്ട്, കരീം ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. മെറിൻ എന്തൊക്കെയാ ഈ പറയുന്നത്? കാരണം അവിടുന്ന് 2 കുട്ടികളുടെ ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് നിരഞ്ജന്റെയും നീരജിന്റെയും ഫിംഗർ പ്രിന്റ്സ് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടി വരും. അത് മാച്ച് ആയ കരീം ഉസ്താദിന്റെ മിസ്സിംഗുമായി കുട്ടികൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയിക്കേണ്ടി വരും. നോ മെറിൻ, നോ ചാൻസ്. സത്യം എന്തായാലും എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ചിലപ്പോ എനിക്ക് കുട്ടികളെ ചോദ്യം ചെയ്യേണ്ടി വന്നേക്കും. ഫിനിഷ്ഡ് മാൻ. ഷാഹിദും കുട്ടികളും ക്യാൻറ്റീനിൽ ഇരുന്നോളൂ, റിലാക്സ് ചെയ്യും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഫിംഗർ പ്രിന്റ് റിസൾട്ട് വരും. വി ആർ മേക്കിംഗ് ഇറ്റ് സോ അർജന്റ്. ഇൻസ്പെക്ടർ മനോജിനോട് കുട്ടികളൊന്ന് ശ്രദ്ധിക്കാൻ പറയും. നീരജ്, നിരഞ്ജൻ, ഉമ്മയോട് സത്യം പറ, നിങ്ങൾ ആ മുറിയിൽ പോയിരുന്നോ? ഉമ്മ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയാ. സ്കൂളിൽ പ്രിൻസിപ്പൽ സ്പീച്ചിൽ അച്ഛനെ മെൻഷൻ ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ആ സ്പീച്ച് കേൾക്കണം. നോക്ക്, നിങ്ങൾ ഉമ്മയോട് കള്ളം പറയല്ലോ. ഉമ്മ, ആ സ്പീച്ച് ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒന്നും ഓർക്കണം, നിങ്ങളുടെ അച്ഛൻ ഇതുവരെ ഉമ്മയോട് കള്ളം പറഞ്ഞിട്ടില്ല. കരയണ്ട, അത് വേറെ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് ആയിരിക്കും അല്ലേ? ശരി, നിങ്ങളെ സ്കൂളിൽ വിടാനുള്ള പെർമിഷൻ ചോദിക്കട്ടെ? എക്സ്ക്യൂസ് മീ സർ. യെസ്. മെറിൻ എവിടെയാണ്? ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാ. ഓക്കെ, താങ്ക് യു. എങ്ങോട്ട് പോവാ? ഇതിന്. ഓ, അതിനി മിച്ചം വെക്കണ്ട. പൊക്കോ പൊക്കോ പൊക്കോ. ജയ, ഒരു ചായ 2 ഉണ്ടംപൊരി. ഓ, ഇപ്പൊ തരാം സാറേ. മെറിൻ, മേ കം ഇൻ? ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കുട്ടികൾ അസംബ്ലി അറ്റൻഡ് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നു. ഓ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് പോലീസ് ജീപ്പിൽ പോയാൽ മതി. ഞാൻ ജീപ്പ് വിട്ടുതരാം. ഓക്കെ, താങ്ക് യു. സോ സർ, കുട്ടികൾ എവിടെ പോയി? അവര് ടോയ്ലറ്റിൽ പോയിരിക്കാണല്ലോ. ഇവന്മാര് നീരജ്,
കുട്ടികളെ കാണാൻ. ഇല്ല മാം, രണ്ടുപേരുടെയും ക്ലാസ് ടീച്ചേഴ്സ് അടുത്തുണ്ട്. ഇതുവരെ രണ്ടുപേരും സ്കൂളിൽ എത്തിയിട്ടില്ല. താങ്ക് യു മാം, താങ്ക് യു. അവര് സ്കൂളിലെത്താൻ ഇടയില്ല. ഇതിൽ വളരെ സസ്പീഷ്യസ് ആയി എന്തോ ഉണ്ട്. ഐ തിങ്ക് സംതിങ് റിലേറ്റഡ് ടു ദ മിസ്സിംഗ് മാൻ. കരീം ഉസ്താദ്. യു ആർ റൈറ്റ് മാം. ലുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമായില്ലേ? സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നീരജ് ആൻഡ് നിരഞ്ജൻ ആസ് സൂൺ ആസ് പോസിബിൾ. യെസ് മാം. ഓക്കെ, താങ്ക് യു. അവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കുകയാണ്. അതായത് കുട്ടികൾ എത്തേണ്ട സമയമായിട്ട് അവിടെ എത്തിയിട്ടില്ലെന്ന് അർത്ഥം. പിന്നെ അവരെവിടെ പോയി? ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും അവരുടെ ബിഹേവിയറിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ഷാഹിദയ്ക്ക്? അങ്ങനെ ചോദിച്ചാ ഈയിടെയായിട്ട് അവരെപ്പോഴും ഷാഹിദ, ഈയിടെയായിട്ട് അവരെപ്പോഴും വീട്ടിന്റെ പുറത്താണ്. കം ഓൺ, ലെറ്റ്സ് മൂവ്. ഓക്കെ മാം. Move an inch, we'll burn you down. So, we are going to celebrate our Independence Day, sir. ഒരു പണിയും കൂടി ഉണ്ട്, അത് അവസാനം പറയാം. Now you salute our national flag. Then bolo Bharat Mata ki jai. Then we'll kill you, Pishajinda Mono. Hey, no. Then salute and bolo Bharat Mata ki jai. നീ ചെയ്യില്ലല്ലേ? നന്നായി. അപ്പൊ നീ മറ്റുള്ളവരെ ചെയ്ത പോലെ നീയെ പൊട്ടിത്തെറിക്ക. 10,000 കഷ്ണങ്ങളാവ്. I will. Bharat Mata ki jai. Okay. Bora. Once more. Loudly. പരമാവധി ഒച്ചത്തിൽ ബോലോ ഭാരത് മാതാ കി ജയ്. Bharat Mata ki jai. Okay. Salute. കുട്ടികൾ ഇങ്ങോട്ട് വന്നോ? കണ്ടില്ലല്ലോ. നിങ്ങൾ അല്ലെങ്കിലും എന്താ കാണുക? നീരജ്, നിരഞ്ജൻ, നിരഞ്ജൻ. Now the last thing. ഇനി നീ മരിച്ചുപോയ ഞങ്ങളുടെ പാവാച്ചനോട് മാപ്പ് പറയണം. അച്ഛന്റെ സോൾ അത് കാണും. അച്ഛൻ സന്തോഷിക്കും. ഞങ്ങൾക്ക് ഉറപ്പാ. This is our dad's feet. Touch it and ask for forgiveness. Quick! Now it's my turn. I will have the last laugh, isn't it? Now, No, don't do anything to him. No. ask for forgiveness. നിങ്ങൾ എവിടെയാ?
ബാത്റൂം ചെക്ക് ചെയ്തായിരുന്നു. യെസ് മാം. മെറിൻ, നമുക്ക് അവിടെ നോക്കാം. What did he think of me? I have slaughtered hundreds of people and you two little kids. Bharat Mata Ki Jai, Bharat Mata Ki Jai. I will say it. I will burn you two. Come on, blast. No, Come on, and I'll blast this flag as well. Come on. Blast. Come. You two little women. Hey, don't forget, I have killed your father. നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യൂ. Come on, move fast. Now you have no other option. So, obey me. You! Obey me. Come on! No! മെറിൻ, let's move. Shaida, you stay here. എന്തിനായിരുന്നു ഇതൊക്കെ? അച്ഛനെ അയാള് കൊന്നത് സഹിക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഉമ്മ ബാത്റൂമിൽ പോയി പൊട്ടിക്കരാൻ ഞങ്ങൾക്കറിയാം. അതുമല്ല അയാളെ പണിഷിത എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളെ വഴക്കു പറയല്ലോ ഉമ്മ. അച്ഛന്റെ മക്കളല്ലേ നിങ്ങള്? ഇവര് നിയമം ലംഘിച്ചിട്ടുണ്ട് ഷായിദ. പക്ഷെ രാജ്യം തേടുന്ന ഒരു കുറ്റവാളിയല്ലേ ഇവര് ജീവൻ പണയം വെച്ച് ട്രാപ്പ് ചെയ്തത്. അത് വീഴാൻ അവരൊരിക്കലും അനുവദിക്കില്ല. കാരണം അവർക്കറിയാം അതവരുടെ ദൈവത്തിന്റെ പതാകയാണ്. इस साल मेजर गौतम केशव को वीरता के लिए अशोक चक्र से सम्मानित किया जाता है, जो कि सैनिकों को उनके वीरता के लिए दिया जाने वाला सबसे सर्वश्रेष्ठ सम्मान है। मुंबई में हुआ आतंकवादी हमले में वीरता से आतंकवादियों का सामना करते शहीद हुआ मेजर गौतम केशव के 2 बेटों नीरज केशव और निरंजन केशव, जिन्होंने आतंकवादी करीम उस्ताद को कानून के सामने लाने में सरकार की मदद की।
अपने पिता जैसी वीरता एवं धीरता दिखाने के लिए नीरज केशव और निरंजन केशव को इस साल राष्ट्रपति द्वारा दिए जाने वाला सिविलियन अवार्ड से सम्मानित किया गया है। पूरे देश को इसी परिवार पर गर्व है। जय हिंद, जय भारत। जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा। जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय